ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. വുഡ്, കുഡ്, ഷുഡ് ഈ ഒരു ഒറ്റ വീഡിയോയുടെ എളുപ്പത്തിൽ പഠിച്ചാലോ? വുഡ് അതായത് റിക്വസ്റ്റ് ചെയ്യാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല പൊളൈറ്റ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി. ദയവ് ചെയ്തോ നിങ്ങൾ വരാമോ? വുഡ് യു പ്ലീസ് കം ഹിയർ? ദയവ് ചെയ്ത് ഈ കത്തൊന്ന് വായിക്കാമോ? വുഡ് യു പ്ലീസ് റീഡ് ദിസ് ലെറ്റർ? ആൻഡ് നെക്സ്റ്റ് യൂസേജ്, നല്ല പൊളൈറ്റ് ആയിട്ട് വിനയത്തോടെ നമ്മുടെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് സംതിങ് അബൌട്ട് ദിസ് ടോപ്പിക്. ഈ ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ന്യൂ കാർ. ഒരു പുതിയ കാറ് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് യൂസേജ്, അൺറിയൽ ഫ്യൂച്ചർ പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. റിയൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ നാളെ പോകും. ഐ വിൽ ഗോ ടുമോറോ. ഐ വിൽ ഗോ ടുമോറോ. ഓക്കെ. ഇനി ഐ വുഡ് ഗോ ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഐ വുഡ് ഗോ, ഞാൻ പോയേനെ, അല്ലെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്ന് പറയാൻ നമുക്ക് വുഡ് ഉപയോഗിക്കാം. ഇഫ് യു കോൾഡ് മീ ഐ വുഡ് ഗോ. അതായത് നീ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ പോയേനെ. ഓക്കെ, നീ എന്നെ വിളിച്ചെങ്കിൽ ഞാൻ പോകുമായിരുന്നു എന്നും പറയാം. നീ നന്നായിട്ട് പഠിച്ചെങ്കിൽ എക്സാമിന് ജയിച്ചേനെ. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് ദി എക്സാം. ഓക്കെ, ഇതാണ് 3 യൂസേജ് വുഡിൻ്റെ വരുന്നത്. അടുത്തതായി കുഡ് നോക്കാം. കുഡ് നമുക്കറിയാം ക്യാൻ പോലെ തന്നെ എബിലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് പറയാനാണ് കുഡ് ഉപയോഗിക്കുക. ഐ ക്യാൻ ഗോ, എനിക്ക് പോകാൻ കഴിയും. ഐ കുഡ് ഗോ യെസ്റ്റർഡേ, എനിക്ക് ഇന്നലെ പോകാൻ കഴിഞ്ഞു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എബിലിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ് പറയാനാണ് കുഡ് ഉപയോഗിക്കുക. എനിക്ക് പോകാൻ കഴിഞ്ഞു, ഐ കുഡ് ഗോ. അവൾക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞു, ഷി കുഡ് ഡാൻസ് വെൽ. ഓക്കെ. ആൻഡ് വുഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലൊരു റിക്വസ്റ്റിനും കുഡ് ഉപയോഗിക്കാം. കുഡ് യു പ്ലീസ് ഓപ്പൺ ദിസ്? ദയവ് ചെയ്ത് തുറക്കാമോ? കുഡ് യു പ്ലീസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ദയവ് ചെയ്ത് ഇംഗ്ലീഷിൽ സംസാരിക്കാമോ? അവിടെയും നമുക്ക് കുഡ് ഉപയോഗിക്കാം. സോ വുഡും കുഡും ക്ലിയർ ആയി. ദെൻ ഷുഡ്. ഷുഡ് എവിടെ ഉപയോഗിക്കുക? നമ്മുടെ അഡ്വൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാനാണ് ഷുഡ് ഉപയോഗിക്കുക. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നം, അതായത് വരണം, പോകണം, ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഷുഡ് ഉപയോഗിക്കുക. യു ഷുഡ് ഗോ, നീ പോകണം. യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ, നീ ഒരു ഡോക്ടറെ കാണണം അല്ലെങ്കിൽ കാണേണ്ടതാണ്. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ, നീ കൂടുതൽ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഷുഡ് ഉപയോഗിക്കാം. അപ്പോൾ വുഡ്, കുഡ്, ഷുഡ് എന്നീ മോഡൽ ഓക്സിലറീസിൻ്റെ യൂസേജസ് വളരെ ക്ലിയർ ആയി നമുക്ക്. ഇനി ഇത് വെച്ചിട്ടുള്ള ഓരോ പുതിയ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഇനി ക്ലിയർ ആവാനുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. CCയുടെ ബിഗ് ഡേ സെലിബ്രേഷൻസ് നടക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ് ആൻഡ് ലിമിറ്റഡ് ടൈം ഓഫേഴ്സ് ആണ്. ഈ വെക്കേഷനിൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കുമായി ഒത്തിരി സെപ്പറേറ്റ് ബാച്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ ഫീസിൽ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പഠിക്കണം. പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടി ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് സംസാരിക്കാം. നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.